നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പെർത്ത് സ്കോച്ചേഴ്സും ബ്രിസ്ബെയിൻ ഹീറ്റും തമ്മിലുള്ള ബിഗ് ബാഷ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. ഈ ഒരു മാച്ചിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മാച്ച് നടക്കാൻ പോകുന്ന ഗ്രൗണ്ട് ഈ ഒരു സീസണ് T20ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ പിച്ചിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അൺനോൺ ആണ്. മേ ബി രണ്ട് ടീംസിനും അൺനോൺ ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഡ്രീം 11 മാച്ചസ് കളിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു റെക്കോർഡ്സ് വളരെയധികം ക്രൂഷ്യലാണ്. ഏത് ബാറ്റ്സ്മാനാണോ ബൗളേഴ്സിനാണോ അഡ്വാൻറ്റേജ് ഉള്ളത്, ഇനി ബൗളേഴ്സിനാണെങ്കിൽ തന്നെ ആർക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്, ഇതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. മുന്നത്തെ മാച്ചസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മുന്നേ ഒരുപാട് മാച്ചസ് അവിടെ നടന്നിട്ടുണ്ട്, കഴിഞ്ഞ 2 മാച്ചാണെങ്കിലും. അപ്പോൾ ഈ ഒരു മാച്ചിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് തന്നെ വാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു കോൺടെസ്റ്റ് നമ്മളെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോൺടെസ്റ്റിന് ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. രാഹുൽ RS എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിക്ക് 150 റുപ്പീസ് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലും ഒരു കോൺടെസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ട്. 200 റുപ്പീസാണ് അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. പിന്നെ ഗ്രൂപ്പിൽ വേറെ ഒത്തിരിയധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ക്ലിയറായിട്ട് പറയുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക് ടോക്സിൻ്റെ ടെലിഗ്രാം ചാനൽ, ഒഫീഷ്യലാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഒത്തിരി അധികം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് മാച്ചിന് മുന്നേറ്റ് ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇത് 44th മാച്ചാണ് ടോട്ടൽ ബിഗ് ബാഷ് നോക്കുകയാണെങ്കിൽ. ഒരു 2020-21 സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നടക്കാൻ പോകുന്നത് പെർത്ത് സ്കോച്ചേഴ്സും ബ്രിസ്ബെയിൻ ഹീറ്റും തമ്മിലാണ്. ഡോക്ലാൻഡ് സ്റ്റേഡിയം, മെൽബൺ. ഫസ്റ്റ് ടൈമാണ് മാച്ച് നടക്കാൻ പോകുന്നത് ഈ ഒരു സീസണിൽ. വേറെയും ഡൊമസ്റ്റിക് മാച്ചസൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സീസണിലും ഫസ്റ്റ് മാച്ചാണ്. പെർത്ത് സ്കോച്ചേഴ്സ് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സീസണിൽ ഹീറ്റുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ടീംസിനും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. കാരണം 2 പേർക്കും 5 വിൻസാണ് 10 മാച്ചസ് നിന്ന്. നോക്കൗട്ട്സിൻ്റെ അരികത്തെത്തിക്കൊണ്ടിരിക്കുന്ന 2 ടീംസാണ്. സ്കോച്ചേഴ്സ് നിൽക്കുന്നത് 4th പ്ലേസിലാണ്, 21 പോയിൻറ്റ്സ്. ഹീറ്റ് അതുപോലെ തന്നെ 5th പൊസിഷനിലാണ്, ജസ്റ്റ് 20 പോയിൻറ്റ്സ്. ഒരൊറ്റ പോയിൻറ്റ് ഡിഫറൻസിലാണ്. അപ്പോൾ നാളത്തെ മാച്ച് തീരുമാനിക്കും ആര് ഈ ഒരു പൊസിഷനിൽ വേണം എന്നുള്ളത്. 13 ലീഗ് മാച്ചസാണ് ടോട്ടലായിട്ട് കളിക്കാൻ പോകുന്നത്. 5 ടീംസ് with 5 wins are separated only by 4 points. എല്ലാ ടീംസിനും ഇതേ ഒരു പ്രോബ്ലമാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പോയിൻറ്റ്സ് ടേബിൾ വളരെയധികം ടൈറ്റനാണ്. A win here will take them a step closer to the playoffs, but a slip up might take them things difficult. രണ്ട് ടീംസിനും ആ ഒരു കാര്യത്തിൽ അവെയറാണ്. ഒരു ഡു ഓർ ഡൈ മാച്ച് എന്നുള്ളൊരു രൂപയുടെ തന്നെ ആയിരിക്കും അവർ ഈ ഒരു മാച്ച് എടുക്കാൻ പോകുന്നത്. ഒരു എക്സൈറ്റിംഗ് മാച്ചിലേക്ക് നടക്കാൻ പോകുന്നത്. രണ്ട് ടീംസിനും ഈവൻലി പ്ലേസ്ഡ് ആണ്. 2 പേർക്കും ഈക്വൽ ചാൻസസും ഉണ്ട്. പിച്ച് റിപ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗെയിമാണ് ഡോക്ലാൻഡ് സ്റ്റേഡിയത്തിൽ ഈ ഒരു സീസണിൽ. അധികം ട്രാക്കിനെ കുറിച്ച് വിശദ വിവരങ്ങളില്ല. അതർ ദാൻ ദാറ്റ് ഡൊമസ്റ്റിക് മാച്ചസിൻ്റെ ക്ലിയർലി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പ്രീവിയസ് ഡൊമസ്റ്റിക് റെക്കോർഡ്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ബാലൻസ്ഡ് പിച്ചാണ്. ബാറ്റ്സ്മാനും ബൗളേഴ്സിനും ഒരുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പിച്ചാണ്. പക്ഷേ ബാറ്റ്സ്മാന് സ്ലൈറ്റ്ലി മോർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാം. ചേസിങ്ങിന് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി സണ്ണി ഇൻ മെൽബൺ വിത്ത് ദ ചാൻസസ് ഓഫ് റെയിൻ ബീങ് ഓൺലി 10% ടെമ്പറേച്ചർ വിൽ ബി ക്ലോസിംഗ് അറൌണ്ട് 16 degrees Celsius. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കുകയാണെങ്കിൽ ഓൾ ദ ഡൊമസ്റ്റിക് T20s played in this venue 155 ആണ്. റെക്കോർഡ് ഓഫ് ചേസിംഗ് ടീംസ് ഹാസ് വൺ 23 ആൻഡ് ലൂസിംഗ് ജസ്റ്റ് 17. ചേസിംഗ് ടീംസിന് ക്ലിയർലി അഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് മേക്സ് ബാറ്റിംഗ് എ ലിറ്റിൽ ബിറ്റ് ഈസിയർ ഇൻ ദ സെക്കൻഡ് ഇന്നിംഗ്സ്. പ്രോബബിൾ 11 പറയുകയാണെന്നുണ്ടെങ്കിൽ പെർത്ത് സ്കോച്ചേഴ്സ് ജേസൺ റോയ്, ലിയാം ലിവിങ്സ്റ്റൺ, കോളിൻ മുൺറോ, ജോഷ് ഇംഗ്ലീസ്, ക്യാമറോൺ ബാൻക്രോഫ്റ്റ്, ആഷ്ടൺ ടേർണർ, ആരോൺ ഹാർഡി, ജയ് റിച്ചാർഡ്സൺ, ആൻഡ്രൂ ടൈ, ജേസൺ ബാരോൺട്രോഫ് ആൻഡ് ഫഹദ് അഹമ്മദ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി റൺസ് ആൻഡ് വിക്കറ്റ്സ് അലോങ് വിത്ത് ദ റൺസ് ദേ ആർ ഗിവിങ് ഡസ് വിൽഡർമുത്ത് സ്കോർസ്. വിൽഡർമുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രിസ്ബെയിൻ ഹീറ്റിൻ്റെ പ്ലെയറാണ്. ബ്രിസ്ബെയിൻ ഹീറ്റിൻ്റെ പ്ലെയർ എത്ര റൺസ് ബാറ്റ് കൊണ്ട് നേടും, അതുപോലെ ബൗളിങ്ങിൽ എത്ര വിക്കറ്റ് എടുക്കും, എത്ര റണ്ണ് വിട്ടുകൊടുക്കും, അതാണ് ക്വസ്റ്റ്യൻ. ബാറ്റിങ്ങിൽ 20 റൺസ്, അതുപോലെ തന്നെ ബൗളിങ്ങിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്റിംഗ് 20 റൺസ്, ബൗളിംഗ് 1 വിക്കറ്റ് 20 റൺസ്. ഇതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് 200 റുപ്പീസാണ്. ബ്രിസ്ബെയിൻ ഹീറ്റിൻ്റെ പ്രോബബിൾ ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ് ലിൻ, മാക്സ് ബ്രയൻ, ഡെൻലി, ജോയ് ബേൺസ്, ജിമ്മി പിയേഴ്സൺ, ലൂയിസ് ഗ്രിയറി, ജെയിംസ് ബാസ്ലി, ജാക്ക് വിൽഡർമുത്ത്, മാർക്ക് സ്കീറ്റ്, മാത്യു കിനമൻ, മോണി മോർക്കർ ആൻഡ് സേവിയർ ബാറ്റ്ലെറ്റ്.
സം ഇമ്പോർട്ടൻറ്റ് പിക്സ് അവരുടെ റെക്കോർഡ്സ് ഉൾപ്പെടെ. ജേസൺ റോയ് എക്സലൻറ്റ് നിക്കിലാണ് ഈ ഒരു കുറച്ച് ഫ്യൂ ഗെയിംസായിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. ഹി ഹാസ് ബീൻ അമേസിംഗ് 233 റൺസ് ഇൻ 7 ഗെയിംസ് at a strike rate of 126.63. Colin Munro, New Zealand left-hander and smash backing superstar ആണ്. He has piled up 271 runs at an average of 30.11 at a strike rate of 127.23. Normally Colin Munro has strike rate over 140, പക്ഷേ ഈ ഒരു സീരീസിൽ 127 റേഞ്ച് ആണ്. ഈവൻ ജേസൺ റോയ് ആണെങ്കിലും 130 എബോവ് സ്ട്രൈക്ക് റേറ്റ് വയ്ക്കുന്ന ഒരു പ്ലെയറാണ്. Jhye Richardson leading wicket taker in the tournament with 19 scarves to his name. His economy rate is 6.53 and is one of the few bowlers to have bowled a maiden over this season. So Jhye Richardson is very very crucial. പല സീസണിലും നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രവണതയാണ്. പുള്ളിയുടെ കൺസിസ്റ്റൻസി ഓരോരോ സീസണിലും കൂടി വരികയാണ്. ക്രിസ്ലിൻ ഹാസ് മസ്റ്റേർഡ് 273 runs from just 6 innings at an average of 45.50 and a strike rate of 146. Jack Wildermuth, അവരുടെ all-round run, he has picked up already 10 wickets at an economy rate of 6.96. Very crucial run rate, economy rate ആണ്. Has played a couple of good cameos with the bat too, so he's also an important pick. Captain, vice captain option ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ജേസൺ റോയ്, ക്രിസ്ലിൻ ആൻഡ് കോളിൻ മുൻറോ. വൈസ് ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ജയ് റിച്ചാർഡ്സൺ, ജാക്ക് വിൽട്ടർമുത്ത് ആൻഡ് ലിയാം ലിവിങ്സ്റ്റൺ. ബട്ട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലും ലിയാം ലിവിങ്സ്റ്റനെ ട്രൈ ചെയ്യാം, കാരണം ഫസ്റ്റ് ബാറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രോ ടിപ്പായിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നത്, ഡോക്ലാൻഡ് സ്റ്റേഡിയം ഹാസ് നോട്ട് ബീൻ എ ഹാപ്പി ഗ്രൗണ്ട് ഫോർ ബൗളേഴ്സ്, എസ്പെഷ്യലി ഫോർ പേസേഴ്സ് ഇൻ BBL 2019-20 സീസൺ. കഴിഞ്ഞ സീസൺ വെച്ചാണ് പറയുന്നത്. ആവറേജിങ് 42.65 ഫോർ ദ പേസേഴ്സ്. സോ മേക്ക് ഷുവർ യു ഹാവ് എ ലോട്ട് ഓഫ് ബാറ്റ്സ്മെൻ ഇൻ യുവർ ടീം. എസ്പെഷ്യലി സെക്കൻഡ് ഇന്നിങ്സാണ് ഞാൻ ഫേവറേറ്റ് ചെയ്യുന്നത്, കാരണം ചേസിങ് വളരെയധികം ഈസിയാണ്. പ്ലെയർ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ സാവിയോ ബാറ്റ്ലെറ്റ് സബ്ഡ് ഔട്ട് ആയിരുന്നു ലാസ്റ്റ് മാച്ചിൽ മോർണിംഗ് മോക്കൽ ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ഷോൺ മാർഷ് വിക്കറ്റ് ഇൻ ദ ഫസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് ഗെയിം. ഒരു ഡൗട്ട്ഫുൾ ആണ് ഈ ഒരു മാച്ചിൽ. ലെറ്റ്സ് സി. ക്രിസ്ലിൻ്റെ സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ ഹി ഹാസ് ബീൻ മിസ്സിംഗ് എ ലോട്ട് ഓഫ് ദ സീസൺ ഡ്യൂ ടു ഇഞ്ചുറി. സോ ലിൻസ് ഹാസ് സ്കോർഡ് 20 or more in all the 6 games he has played and accumulated 273 runs at a strike rate of 145.98. He has scored 484 runs against the same scorchers at a phenomenal average of 53.77 and a strike rate of 141. So his favourite opposition എന്നാണെങ്കിൽ പറയാം. റൺസും അതുപോലെ ആവറേജ് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഒരു ബേസ് ടീമിലേക്ക് പോയാലോ. കീപ്പറായിട്ട് ജോഷ് ഇംഗ്ലീഷിനെ ഇട്ടിട്ടുണ്ട്. ഈവൻ പിയേഴ്സൻ്റെ പൊസിഷൻ വളരെയധികം എൻകറേജിങ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിയേഴ്സനെ ട്രൈ ചെയ്യാം. ബട്ട് ഫോർ ദ ടൈമിങ് ഞാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. ബാറ്റിങ്ങിൽ ക്രിസ്ലിൻ, റോയ്, മുൻറോ, ബ്രയൻറ്റ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സാണ്. ഈവൻ ബ്രയൻറ്റിൻ്റെ റെക്കോർഡ്സ് വളരെയധികം സാറ്റിസ്ഫൈയിങ് അല്ല, ബട്ട് സ്റ്റിൽ ഹീസ് ആൻ അഗ്രസീവ് ബാറ്റ്സ്മാൻ, ക്യാൻ സ്കോർ റൺസ്. ബാക്കി 3 ബാറ്റ്സ്മാൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം 3 പേരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ജോയ് ബേൺസ് ഇസ് എ ഗുഡ് പ്ലെയർ. ജോയ് ഡെൻലി ആക്ച്വലി ഗുഡ് സ്ട്രൈക്കർ ഓഫ് ദ ബോൾ. ഹി ക്യാൻ ബൗൾ ടു. ഈ ഒരു സീസണിൽ ഇതുവരെയും ബൗൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇംഗ്ലണ്ടിന് വേണ്ടി ബൗൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓൾറൗണ്ടർ സെക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബൗൾ ചെയ്യുന്നില്ല. ഒരു പാർട്ട് ടൈം ബൗളറാണ്. ഓൾസോ ആഷ്ടൺ ടേണർ ക്യാൻ ബൗൾ. ആഷ്ടൺ ടേണർ ഈസ് ആൻ അഗ്രസീവ് ബാറ്റ്സ്മാൻ. എന്താ പറയുക, ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് ആഷ്ടൺ ടേണർ. നമുക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. ക്യാമറോൺ ബാൻക്രോഫ്റ്റ് ആക്ച്വലി എ ഗുഡ് ടാലൻറ്റഡ് പ്ലെയർ. ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് മാച്ചിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ടീമിൽ വരെ ഉണ്ടായിരുന്നതാണ്. ബട്ട് ആ ഇഷ്യൂ നിങ്ങൾക്കറിയാം, ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. ശേഷം മൊത്തത്തിൽ എല്ലാ ട്രാക്കിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ക്യാമറോൺ ബാൻക്രോഫ്റ്റ് ഹാസ് ബീൻ എക്സലൻറ്റ്, കാരണം ഹി ഹാസ് ഗിവൺ പൊസിഷൻ ഓഫ് 1, 2, 3. പക്ഷേ ഈ ഒരു സീസണിൽ 3, 4 ഡൗൺ എന്നുള്ള രീതിയിലാണ് ക്യാമറോൺ ബാൻക്രോഫ്റ്റ് വരുന്നത്. സോ ക്യാമറോൺ ബാൻക്രോഫ്റ്റ് ഈസ് എ ഗുഡ് ചോയ്സ്. ഓൾറൗണ്ടർ സെക്ഷനിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ലിവിങ്സ്റ്റൺ ആണ്, വിത്തൗട്ട് എ ഡൗട്ട്. അതുപോലെ തന്നെ വിൽട്ടർമുത്ത്, വിത്തൗട്ട് എ ഡൗട്ട്. ഇനി ഗ്രിഗറി നല്ലൊരു ഓപ്ഷനാണ്, കാരണം ഗ്രിഗറി ഈവൻ ബൗളിങ്ങിന് അതുപോലെ ബാറ്റിങ്ങിൽ, പിന്നെ ബാറ്റിങ്ങിൽ ഒരല്പം അഡ്വാൻറ്റേജ് ഉണ്ട്. കുറച്ചും കൂടെ മുകളിലാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. സോ ഗ്രിഗറി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക് ഫോർ ദിസ് മാച്ച്. സോ ഗ്രിഗറി ഈസ് എ ഗുഡ് പിക്ക്. ഈവൻ ആരോൺ ഹാർഡി. ബൗളിങ്ങിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് റിച്ചാർഡ്സൺ, സ്കീറ്റ്, ആൻഡ്രൂ ടൈ, സാവിയോ ബാറ്റ്ലെറ്റ് ഞാൻ അവിടെ എടുക്കുന്നില്ല, കാരണം ചെറിയൊരു ഡൗട്ടുണ്ട് പുള്ളി കളിക്കില്ല എന്നുള്ള കാര്യത്തിൽ. ബട്ട് സ്റ്റിൽ ഈസ് എ ഗുഡ് ചോയ്സ്. ബട്ട് ഞാൻ ബഹ്റൈൻ ട്രോഫിൽ പോവുകയാണ്, കാരണം ബഹ്റൈൻ ട്രോഫിന് ബോൾ സ്വിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇനിഷ്യലി ഇൻ ദ ഇന്നിംഗ്. സോ ബഹ്റൈൻ ട്രോഫ് ക്യാൻ ബി എ ഗുഡ് ചോയ്സ്. സോ എൻ്റെ ടീം പ്രിവ്യൂ നോക്കുവാണെങ്കിൽ എൻ്റെ ക്യാപ്റ്റൻ ലിന്നും വൈസ് ക്യാപ്റ്റൻ റോയ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് വേറെയുണ്ട്. വിൽട്ടർമുത്ത്, ലിവിങ്സ്റ്റൺ നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ കോളിൻ മുൻറോ ആണെങ്കിലും ഡീസൻറ്റ് ഓപ്ഷനാണ്. റിച്ചാർഡ്സൺ ഇസ് ഹാവിങ് ഗുഡ് റെക്കോർഡ്സ് വിത്ത് ബൗളിംഗ്. സോ ഇത്രയധികം ഓപ്ഷൻസാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
ലിയാം ലിവിങ്സ്റ്റൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു. പക്ഷേ ലിയാം ലിവിങ്സ്റ്റൺ ലാസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസിൽ ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് മാച്ചസ് കളിച്ചിട്ടുണ്ട്. ഹി ഹാസ് സ്കോർസ് ഓഫ് 67 ഓഫ് 38 balls ആൻഡ് 54 ഓഫ് 39 balls. He has accumulated 190 runs in 7 games this season with a staggering 13 sixes. ഹ്യൂജ് ഹൈ ഹിറ്ററാണ്. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ്സ്റ്റൺ ഒരു ലൈഫ് കിട്ടിയിട്ടാണ് അത്രയും നിൽക്കുന്നത്. ബട്ട് ഡസ് ഇൻ മാറ്റർ, ക്യാച്ചസ് വിൻ മാച്ചസ് എന്നൊക്കെ പറയുന്നത് പോലെ ക്യാച്ച് ഡ്രോപ്പ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കയറിയത്. ഡസ് ഇൻ മാറ്റർ, റൺസാണ് നമുക്ക് മുഖ്യം. ഇനി മാർക്സ് കീറ്റ് വൺ ഓഫ് ദ ലീഡിംഗ് വിക്കറ്റ് ടേക്കേഴ്സ് ആണ് ഇൻ ദ ഓൺഗോയിങ് ടൂർണമെൻറ്റ് വിത്ത് 18 strikes in just 9 games at an average of 15.94. കീ പ്ലെയർ ആണ് ഹീറ്റിനെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി മുജീബ് റഹ്മാൻ അവൈലബിൾ അല്ല. He has been a brilliant in death overs, pick up 7 wickets at an average of 10.14 this season. ജേസൺ റോയ് ഇംഗ്ലീഷ് ഓപ്പണറാണ്. എല്ലാ മാച്ചസിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹാസ് നോട്ട് ബീൻ ഡിസ്മിസ്ഡ് ഫോർ എ സിംഗിൾ ഡിജിറ്റ് സ്കോർ യെറ്റ്. He has struck 233 runs in 7 games at an average of 38.83 so far. So ഡോക്ലൻസ് പിച്ച് ബാറ്റ്സ്മാൻ അസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ ഹി ക്യാൻ ബി എക്സ്പെക്ടിങ് ടു ഗോ വെരി ബിഗ്. കാരണം ലിവിങ്സ്റ്റണിൻ്റെ പോലെ ഒരു പെർഫോമൻസ് ഇതുവരെയും റോയ്ക്ക് വന്നിട്ടില്ല. ഡിഫറൻഷ്യൽ പിക്കായിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നത് മാക്സ് ബ്രയൻ്റ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ മുന്നത്തെ പല വീഡിയോയിൽ ഞാൻ എടുത്ത് പറയുന്നതാണ്. മാക്സ് ബ്രയൻ്റ് കഴിഞ്ഞ സീസണിലും 50+ സ്കോർസ് അധികമൊന്നും എടുത്തിട്ടില്ല. 1-2 സ്കോർസ് മാത്രമേ ഉള്ളൂ. 13 നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലാണെങ്കിൽ 50+ സ്കോർസ് ഇതുവരെ തന്നെ ഇല്ല. മാക്സ് ബ്രയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ട് കിട്ടും, പക്ഷേ പിന്നെ കൺവേർട്ട് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. പല സീസണിൽ ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. ഈ ഒരു മാച്ചിലും 50+ എടുക്കും എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഹീസ് എ ഗുഡ് പിക്ക്. ബ്രയൻ്റ് ഹാസ് 243 runs in 10 games at a strike rate of 130.64. He's the second highest run scorer for Heat behind Chris Lynn. So Max Bryant is a crucial pick. ഓപ്പണർ ആയതുകൊണ്ട് തന്നെ. ഫഹദ് അഹമ്മദ് സ്കോർച്ചേഴ്സിൻ്റെ പ്രീമിയർ സ്പിൻ റൺ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് ലീനസ്റ്റ് സീസൺസ്, ഹാവിംഗ് പിക്ഡ് ഓൺലി 8 wickets in 10 games at an average of 27.75. ഹൈലി ഔട്ട് ഓഫ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ടാലൻറ്റ് ഈസ് സ്റ്റിൽ ദർ. ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് ആൻ ഇമ്പാക്ട് ഓൺ ദിസ് പിച്ച്. കാരണം ഈ ഒരു പിച്ചിൽ സ്പിന്നേഴ്സിന് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പിച്ചിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഹി ഹാസ് ടേക്കൺ 9 wickets in 8 games against Heat and economy of 6.50. So you can definitely try Fahad Ahmed. മുന്നത്തെ മാച്ചിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു പിച്ചിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് മേ ബി പേസേഴ്സിന് ഒരുപാടധികം ഹിറ്റ് വരുമ്പോൾ മേ ബി സ്പിന്നേഴ്സിന് ക്ലിയർലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാം. സോ ഫഹദ് അഹമ്മദ് നിങ്ങൾ ട്രൈ ചെയ്യുക. സോ പിച്ചിൻ്റെ സ്റ്റാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോച്ചേഴ്സ് കഴിഞ്ഞ 5 എണ്ണത്തിൽ 4 ജയിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രിസ്ബൻ ഹീറ്റ് സെയിം ആണ്. ബട്ട് സ്കോച്ചേഴ്സ് റീസെൻറ്റ് മാച്ചിൽ ലോസ് ആണ്. ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രിസ്ബൻ ഹീറ്റ് ഹാസ് വോൺ 4 matches ആൻഡ് സ്കോച്ചേഴ്സ് ഹാസ് വോൺ 3 matches ഇൻ ടോട്ടൽ 7 matches. ഇനി ഹെഡ് ടു ഹെഡ് നോക്കുവാണെങ്കിൽ മാർഷ് വേഴ്സസ് ലാഫിൻ 2 dismissals, അഗർ വേഴ്സസ് ലാഫിൻ 2 dismissals, അഗർ വേഴ്സസ് ലാഫിൻ 1 വിക്കറ്റ്, മാൻക്രോഫ്റ്റ് വേഴ്സസ് ലാഫിൻ 1 വിക്കറ്റ്, അതുപോലെ മുൺട്രോ വേഴ്സസ് മുജീബ് റഹ്മാൻ 1 വിക്കറ്റ്, സ്വെപ്സൺ 1 വിക്കറ്റ്. സോ ക്ലിയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാഫിന് ഒത്തിരിയധികം പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ അത് മാത്രമേ ഉള്ളൂ എടുത്ത് പറയാനായിട്ട്. വേറെ ക്ലിയർ ആയിട്ടുള്ള വേറെ ഹെഡ് ടു ഹെഡ് ഒന്നുമില്ല. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ലിൻ അഗൻസ്റ്റ് ടൈ ഹാസ് ക്ലിയർ അഡ്വാൻറ്റേജ് ഓവർ ക്രിസ് ലിൻ. പക്ഷേ റൺസ് ക്ലിയർലി പോയിട്ടുണ്ട്. 60 ബോളിൽ നിന്ന് 109 റൺ എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ 3 dismissals ഉണ്ട്. അതുപോലെ കൂപ്പർ വേഴ്സസ് ടൈ 3 വിക്കറ്റ്, കൂപ്പർ വേഴ്സസ് ഫഹദ് അഹമ്മദ് 3 പ്രാവശ്യം ഔട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയ് ബേൺസ് വേഴ്സസ് ആൻഡ്രൂ ടൈ 2 പ്രാവശ്യം വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ആൻഡ്രൂ ടൈക്ക് ഈ ഒരു ടീമിനെതിരെ അഡ്വാൻറ്റേജ് ഉണ്ട്, എസ്പെഷ്യലി ക്ലിയർലി അഗൻസ്റ്റ് ക്രിസ്ലിൻ ആൻഡ് ജോയ് ബേൺസ്. സോ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യുക. മെൽബൺ ഡോക്ലൻസ് നോക്കുകയാണെങ്കിൽ 2019 ഒരു 147 എന്നൊരു റേഞ്ച് ആയിരുന്നു. 2020 ആയപ്പോൾ അത് 166 ആയി. ബട്ട് 2021 നടന്ന കുറച്ച് മാച്ചസ് എടുക്കുകയാണെങ്കിൽ 149 ആണ്. ബട്ട് സ്റ്റിൽ 150 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർലി ഡീസൻറ്റ് സ്കോറാണ് ഈ ഒരു പിച്ചിൽ. ഔട്ട്കം ഓഫ് ദ T20 മാച്ചസ് ഇൻ ദ ലാസ്റ്റ് 5 years നോക്കുകയാണെങ്കിൽ ടീം ബാറ്റിംഗ് സെക്കൻഡ് ഹാസ് വോൺ 54.5% ആൻഡ് ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് വോൺ ജസ്റ്റ് 45%. ദാറ്റ് ഈസ് 10 matches. ക്ലിയർലി ഇവിടെ 12 matches ആണ്. ആവറേജ് വേഴ്സസ് എക്കണോമി ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്രൂഷ്യൽ ഘടകം ഇരിക്കുന്നത്. വിക്കറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ബൗളേഴ്സിന് കിട്ടിയിട്ടുണ്ട്, ഓർത്തഡോക്സ് ബൗളേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലെഗ് ബ്രേക്ക് ബൗളേഴ്സ് ആൻഡ് ഓഫ് ബ്രേക്ക് ബൗളേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാസ്റ്റ് ബൗളേഴ്സിന് ഓസ്ട്രേലിയയിൽ ക്ലിയർലി അഡ്വാൻറ്റേജ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് ലെഗ് ബ്രേക്ക്, ഓർത്തഡോക്സ്, ഓഫ് ബ്രേക്കിനൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓഫ് ബ്രേക്ക്, ലെഗ് ബ്രേക്ക് ആൻഡ് ഓർത്തഡോക്സ് ബൗളേഴ്സ് ഹാസ് ഹാവിങ് ക്ലിയർ അഡ്വാൻറ്റേജ് ഇൻ ദിസ് പിച്ച്. സോ നിങ്ങൾ സ്പിന്നേഴ്സിനെ ഒരുപടി മുന്നിൽ വേണമെന്നുണ്ടെങ്കിൽ വച്ചോളൂ. GLൻ്റെ 2-3 ടീംസിൽ ഈ ഒരു കാറ്റഗറിയിൽ ഫാസ്റ്റ് ബോളേഴ്സിനും കിട്ടത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട്
അവരെക്കാളും മുന്നിൽ ചിലപ്പോൾ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ. കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള 2 ടീംസാണ് കളിക്കാൻ പോകുന്നത്. ഒരൊറ്റ ജയം മതി 2 ടീംസിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും കീമേഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പിച്ച് ഈ ഒരു സീസണിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം 2 ടീംസിനും അൺഅവെയർ ആയിരിക്കും ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും പിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. ഇനി ചേസിങ് ടീംസിന് ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉള്ളതായിട്ടാണ് ഓൾ ദ സ്റ്റാറ്റ്സ് വായിച്ചിട്ടും എനിക്ക് തോന്നുന്നത്. ഇനി GL റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻലി ആൻഡ് ആഷ്ടൺ ടേണറാണ്. കാരണം മേ ബി ഇനിഷ്യൽ വിക്കറ്റ്സ് പോവുകയാണെന്നുണ്ടെങ്കിലും ദേ ക്യാൻ ക്ലിയർലി ഹിറ്റ് സം ഫ്യൂ റൺസ്. ഓൾറൗണ്ടർ ഗ്രിഗറി നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഹി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ ബൗളേഴ്സ് ആയിട്ടുള്ള ക്വിനിമനും അതുപോലെ തന്നെ ഫൗദ് അഹമ്മദ് 2 പേരും നല്ല രീതിയിൽ സ്പിൻ അതുപോലെ രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്, അല്ലെങ്കിൽ സ്പിൻ എറിയുന്ന പ്ലെയേഴ്സാണ്. സോ ഇതുവരെയും ആ ഒരു പെർഫോമൻസ് വന്നിട്ടില്ല, എസ്പെഷ്യലി ഫൗദ് അഹമ്മദ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാമെന്ന കുറച്ച് പ്ലെയേഴ്സിനെയാണ് ഞാൻ ഇവിടെ പറയുന്നത് GL. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ വീഡിയോസിൻ്റെ സെക്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അറിയാം, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഇനി പ്ലേലിസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ Dream11 Basics എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റാണ്. കാരണം ഇതിൻ്റെ അകത്താണ് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് GL ടിപ്സും GL ടിപ്സ് അല്ല, ഞാൻ ബേസിക് ആയിട്ടുള്ള Dream11 വീഡിയോസ് എല്ലാം വരുന്നത് ഈ ഒരു പ്ലേലിസ്റ്റിലാണ്. അതുപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ Dream11 പ്രിവ്യൂസ് നോക്കുകയാണെങ്കിൽ ഫുള്ളി പ്രിവ്യൂസ് ആണ് വരാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒന്നുമില്ല, കാരണം മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂസ് ഒന്നുമില്ല. പക്ഷേ Dream11 ബേസിക്സും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലേലിസ്റ്റിൽ നിങ്ങൾ മൊത്തം നോക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണും. അതിൻ്റെ ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.